ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ സ്ക്രാപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ എയർ ഇന്ത്യയുടെ ഒരു വിമാനം എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇന്ത്യയിൽ അടുത്ത കാലത്ത് സംഭവിച്ച ഒരു വലിയ വിമാന ദുരന്തമാണ് ഇത്. 2020 ഓഗസ്റ്റ് 7-നാണ് ഈ അപകടം നടന്നത്. കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ടുള്ള കരിപ്പൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ IX1344 എന്ന വിമാനം റൺവേയിൽ നിന്ന് തെന്നി താഴേക്ക് വീണാണ് ഈ അപകടം ഉണ്ടായത്. 2 ഭാഗങ്ങളായി പൊട്ടിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിഷമ ഘട്ടം. ഈ വിമാനം ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായിട്ടായിരുന്നു വന്നതായിരുന്നു. വിമാനത്തിൽ ഏകദേശം 184 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളും ഉൾപ്പെടെയാണ് അപകടത്തിൽപ്പെട്ടത്. അന്ന് വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അബുക്ക എന്ന വ്യക്തിയാണ് ആ നിൽക്കുന്നത്. അദ്ദേഹത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാണ് മറ്റൊരു യൂട്യൂബർ. ഈ അപകടത്തിൻ്റെ കാരണമായി പറയപ്പെടുന്നത് കനത്ത മഴ കാരണം റൺവേ നനഞ്ഞിരുന്നതായും അത് കാരണം പൈലറ്റിന് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ടേബിൾ ടോപ്പ് റൺവേ ആയതിനാൽ 2 വശത്തും ഭയങ്കര താഴ്ചയുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് അപകടത്തിൻ്റെ എന്താ പറയുക ആഘാതം കൂടാനും കാരണമായി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ലാൻഡിങ്ങിനിടെ വിമാനം റൺവേ മറികടന്ന് താഴേക്ക് വീണാണ് ഇത്രയേറെ ഗുരുതരമായ പ്രശ്നം ഉണ്ടായതെന്നുള്ളതാണ് പറയപ്പെടുന്നത്. കനത്ത മഴയും അതുപോലെ റൺവേൻ്റെ ഒരുപാട് ദൂരം കടന്നാണ് ഇത് ലാൻഡിങ് തുടങ്ങിയതെന്നുള്ളതൊക്കെയാണ് അന്ന് ന്യൂസിലൊക്കെ പറയപ്പെട്ടത്. ആ അപകടത്തിൽ 21 പേരാണ് അന്ന് മരിച്ചത്, 2 പൈലറ്റുമാരുൾപ്പെടെ. 150-ലധികം പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഇതുപോലെ ഒരു ഫ്ലൈറ്റ് അപകടം ഉണ്ടായിട്ടുണ്ട്. 2010 എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 812 ക്രാഷായിട്ട് ഉണ്ടായ വലിയൊരു വിമാന ദുരന്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും വലിയ ദുരന്തമായി പോയി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തൊക്കെ ആയിരുന്നാലും നമ്മുടെ നാട്ടിലേക്ക് ഈ സാധനം സ്ക്രാപ്പിന് വേണ്ടി വന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും സ്ക്രാപ്പിന് എടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂർ കാരക്കാട് എന്ന് പറഞ്ഞ ഭാഗം. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സ്ക്രാപ്പിൻ്റെ ബിസിനസ് നടക്കുന്ന ഭാഗമാണ് ഇവിടെ. ഡൽഹി മാർക്കറ്റ്, ബോംബെ മാർക്കറ്റ്, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ അപകടത്തിൽപ്പെട്ട ഒരു വിമാനം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതായത് മെറ്റൽ വെയിറ്റ് കുറച്ച് അലൂമിനിയം കൊണ്ട് ആണല്ലോ വിമാനത്തിൻ്റെ രൂപഘടന. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. പൈലറ്റ് ഇരിക്കുന്ന ഭാഗങ്ങളും കോക്പിറ്റും. ഇതിപ്പോൾ ആ കാണുന്ന മണ്ണുണ്ടല്ലോ, അത് കരിപ്പൂർ ആ ഭാഗത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് അപകടത്തിൽപ്പെട്ട മണ്ണാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാനൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. ഓക്കെ, ബൈ ബൈ.